ഫയർ അലാമിൻ്റെ കേസ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫയർ അലാമിൻ്റെ എങ്ങനെയാണ് എൻ്റെ കണക്ഷൻ്റെ ഒരു ഐഡിയ നമുക്ക് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിൽ കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പറയുന്ന IDC, അതായത് ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ട് എന്നാണ്. അപ്പോൾ ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ആക്ഷൻ, അതായത് ഫയർ അലാം കൺട്രോൾ പാനൽ സിഗ്നൽസ് റിസീവ് ചെയ്തിട്ട് ബാക്കി അലാംസ് ഇത് കൊടുക്കാൻ വേണ്ടി കാരണമാവുന്ന ഡിവൈസുകളാണ് ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ സർക്യൂട്ടിനാണ് ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന ആൾക്കാർ സാധാരണ ഡിറ്റക്റ്റേഴ്സും മാനുവൽ കോൾ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് വേറൊരു വീഡിയോ പറയാം. മാനുവൽ കോൾ പോയിൻറ്റും ഡിറ്റക്റ്റേഴ്സും ഇതിൻ്റെ വീഡിയോ വേറെ ചെയ്യാനുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം. അപ്പോൾ ബേസിക്കലി അതിലുണ്ടാകുന്ന രണ്ട് ടെർമിനൽസാണ്, പ്ലസും മൈനസും വരെ രണ്ട് ടെർമിനൽസാകും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്ലസും മൈനസും ഈ ഒരു മാതൃകയിൽ കണക്ട് ചെയ്ത് പോകുന്നതാണ് കാണിക്കുന്നത്. പ്ലസ് എല്ലാം ലൂപ്പ് ചെയ്ത് പോകുന്നു, മൈനസ് എല്ലാം ലൂപ്പ് ചെയ്ത് പോകുന്നു. എൻഡിലൊരു ഹൈ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. സർക്യൂട്ട് വിത്ത് ഓട്ടോമാറ്റിക് ഓർ മാനുവൽ ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് ആർ കണക്റ്റഡ് വേർ ദ സിഗ്നൽ റിസീവ് ഡസ് നോട്ട് ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽ ഡിവൈസ് ഓപ്പറേറ്റഡ്. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിവൈസ് ഏതാ ഓപ്പറേറ്റ് ചെയ്തതെന്ന് അറിയില്ല. ആ സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിൽ മനസ്സിലാവും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അതാണ് ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അപ്ലയൻസ് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നതാണ്. വിച്ച് കണ്ടെയ്ൻസ് നോട്ടിഫിക്കേഷൻ അപ്ലയൻസ്, അതായത് നമ്മുടെ അലാംസ് പോലത്തെ സാധനങ്ങളിലുള്ള സർക്യൂട്ടിനെയാണ് നോട്ടിഫിക്കേഷൻ അപ്ലയൻസ് സർക്യൂട്ട് NAC എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ളും ഈ അലാം അടിക്കാനുള്ള രീതിയിലാണ്. ഇതേ സെയിം ഓർഡർ തന്നെയാണ്. അതിൻ്റെ അകത്ത് പ്ലസ് മൈനസ് കണക്ഷൻസ് നിങ്ങൾക്ക് കാണാം. എൻഡിലൊരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും, അതിൻ്റെ ഇമ്പിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ. എന്നിട്ട് ഇത് നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിലേക്ക് കണക്റ്റ് ആവുന്നു. പിന്നെ വരുന്ന സിഗ്നലിംഗ് ലൈൻ സർക്യൂട്ടാണ്. അപ്പോൾ സിഗ്നലിംഗ് ലൈൻ സർക്യൂട്ട് ആക്ച്വലി ഈ പറഞ്ഞ ഡിവൈസുകളിലെല്ലാം എൻഡിലോ അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ചില മൈക്രോ പ്രോസസ്സേഴ്സോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റേഴ്സോ റിസീവേഴ്സ് പോലത്തെ കൺട്രോൾ യൂണിറ്റ്സുകളൊക്കെ, കൺട്രോൾ മോഡ്യൂൾസ് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസിലേക്കുള്ള സിഗ്നൽസിനെയാണ് സിഗ്നലിംഗ് ലൈൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിവിടെ ഇങ്ങനെ ഔട്ട് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് ഉണ്ട്, അലാം ഡിവൈസ് ഉണ്ട്. അത് കൂടാതെ ഇങ്ങനത്തെ ചില ഡിവൈസുകളും കാണാം. അപ്പോൾ ഇതിനെ കൺട്രോൾ മോഡ്യൂൾസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പർട്ടിക്കുലർ സിഗ്നൽ റിസീവ് ചെയ്ത്, ഈ കൺട്രോളറിലൊക്കെ പർട്ടിക്കുലർ സിഗ്നൽ റിസീവ് ചെയ്യണതനുസരിച്ച് നമുക്ക് ഫയർ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അവിടുത്തെ ഒരു എയർ സർക്കുലേഷൻ കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ HVAC സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യാനും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എലിവേറ്ററൊക്കെ താഴത്ത് വന്ന് നിൽക്കണം എന്നൊക്കെയുള്ള കേസുകൾ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു മോഡ്യൂളാണ് ഇവൻ. അപ്പോൾ ഇവനിലേക്ക് ആ സിഗ്നൽ ചെന്ന് കഴിയുമ്പോൾ അവനതനുസരിച്ച് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യും. അപ്പോൾ അത് ഇടയിൽ വരുന്ന അതിൻ്റെ ഇടയിലുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ സിഗ്നലിംഗ് സർക്യൂട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് ക്ലാസ് A ക്ലാസ് B എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. ക്ലാസ് A എന്ന് പറഞ്ഞാലുള്ള കണക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് സൂപ്പർവൈസ് ഇനിഷ്യേറ്റിംഗ് നോട്ടിഫിക്കേഷൻ സിഗ്നലിംഗ് ഡിവൈസാണ് കാണുന്നത്. ഡിവൈസ് ഓൺ സിംഗിൾ ഓപ്പൺ ഓൺ ഗ്രൗണ്ട് വിൽ ഇനിഷ്യേറ്റ് എ ട്രബിൾ ഇവൻറ്റ്. അതായത് ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ഒരു ട്രബിൾ വന്നു എന്നുള്ള രീതിയിൽ മറ്റേ അലാം പോകുന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ്റെ ഒരു പ്രശ്നം. ഓപ്പണോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട് ഇതിൻ്റെ ഓപ്പറേഷന് തടസ്സമൊന്നും ഉണ്ടാക്കില്ല. ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ക്ലാസ് ബിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ ക്ലാസ് B വയറിങ്ങിൽ ഈ ഓപ്പൺ ഓർ ഗ്രൗണ്ട് വരുന്നത് സർക്യൂട്ടിൻ്റെ ഇതിൽ ട്രബിൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യും. അതായത് ഡിവൈസ് ഓൺ സർക്യൂട്ട് arrangement of supervised initiating notification or signaling device on the circuit so that the signal so that a single open or ground will initiate. ഇതേപോലെ ഓപ്പൺ വരുമ്പോഴത്തേക്കും ഒരു ട്രബിൾ ഉണ്ടെന്നുള്ള ചെയ്യും. പക്ഷേ അതുകൂടാതെ ഈ ബാക്കിയുള്ള സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് ഓപ്പൺ ഓർ ഗ്രൗണ്ട് ഫാൾട്ട് മേ പ്രിവെൻറ്റ് ദ സർക്യൂട്ട് ഫ്രം ഓപ്പറേറ്റിംഗ്. നമ്മുടെ ഈ സർക്യൂട്ട് ഓപ്പറേഷൻസ് ആവില്ല. മറ്റേ ക്ലാസ് Aയിൽ കണ്ടതിൽ നമ്മുടെ ആ ബ്രേക്ക് വന്നതിൻ്റെ മുമ്പത്തെ ഡിവൈസുകളും വർക്കാവും ഇൻ കേസ് ഓഫ് ഫയർ. പക്ഷേ മറ്റേ ഇതിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ട്രബിൾ എന്നുള്ള കാണിക്കും. പക്ഷേ
ഇത് വർക്കാവില്ല, എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഇതിൽ അഡ്രസ്സബിൾ ഫയർ അലാം സർക്യൂട്ട്. അതായത് ഇങ്ങനത്തെ വയറിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിവൈസസിന് അഡ്രസ്സ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് അഡ്രസ്സബിൾ ഫയർ അലാം സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ പൊസിഷനിലും വെച്ചേക്കുന്ന ഡിവൈസുകൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ 1 2 3 എന്നൊക്കെ കാണിച്ച പോലെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ അഡ്രസ്സിൽ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് എവിടെയാണ് ഈ പ്രശ്നം പറ്റിയേക്കണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫയർ അലാം സർക്യൂട്ടിൽ അത് ഇന്ന പൊസിഷനിലാന്നൊക്കെ ഉള്ള അഡ്രസ്സ് ഇന്ന പൊസിഷനിലാണെന്ന് നമുക്ക് ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊറിഡോറിലാണ് പ്രശ്നമെങ്കിൽ ആ കൊറിഡോറിൽ, അല്ലെങ്കിൽ കിച്ചണിലാണ് പ്രശ്നമാണെങ്കിൽ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ അഡ്രസ്സ് ഉള്ളതിനും ഓരോ പൊസിഷൻസ് നമുക്ക് ഓരോ പൊസിഷനിലുള്ളതിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സും ഇതും കൂടി നമ്മൾ ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ അടിക്കണമെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ഒരു സർക്യൂട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡിവൈസസ് എഴുതിയിട്ടുണ്ട്. ആ ഡിവൈസസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ടൊക്കെ കിടക്കുന്ന കാണാം. അത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ആ പർട്ടിക്കുലർ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫയർ അലാം പാനൽ അടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നത്. അപ്പോൾ ഇനിഷ്യേറ്റിംഗ് ഡിവൈസസ് വരുന്നതാണ് മാനുവൽ സ്റ്റേഷൻസിൽ മാനുവൽ കോൾ പോയിൻ്റ് MCP എന്ന് വിളിക്കും. പിന്നെ ഇതുകൂടാതെ ഫ്ലെയിം ഡിറ്റക്ടേഴ്സ്, ഹീറ്റ് ഡിറ്റക്ടർ, സ്മോക്ക് ഡിറ്റക്ടർ, വാട്ടർ ഫ്ലോ ഡിറ്റക്ടേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇനിഷ്യേറ്റിംഗ് ഡിവൈസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനൊക്കെ അഡ്രസ്സ് അസൈൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് ഫയർ അലാം കൺട്രോൾ സർക്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ ഏരിയ മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ കണ്ടോ, നമുക്ക് കാണാം RSS എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ടിങ്ങനെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോയേക്കണം കാണാം. കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻസ് ചെയ്തേക്കണം. അപ്പോൾ RI എന്നാണ് എഴുതിയേക്കണേ, റെസ്പോൺസ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. SS എന്നൊക്കെ സ്മോക്ക് ഡിറ്റക്ടറാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ആക്ച്വലി ഫാൾ സീലിംഗ് ഉണ്ട്. ഫാൾ സീലിങ്ങിൻ്റെ അകത്തും പുറത്തുമായിട്ട് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് വയ്ക്കും. അപ്പോൾ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് കവർ ചെയ്യുന്ന ഇത്ര ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇനിഷ്യേറ്റിംഗ് ഡിവൈസിലൊന്നാണ് ഈ സ്മോക്ക് ഡിറ്റക്ടർ. അപ്പോൾ ഇത് അഡ്രസ്സബിൾ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ടോയ്ലറ്റിൻ്റെ അകത്ത് എവിടെ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത് ഇൻ കേസ് അവിടെ എന്തെങ്കിലും സ്മോക്കിൻ്റെ കേസുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ അടിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. ഈ റെസ്പോൺസ് ഇൻഡിക്കേറ്റർ വെച്ചേക്കുന്ന അകത്ത് ഉള്ള, അതായത് ഫാൾ സീലിങ്ങിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ഇവിടെ സ്മോക്ക് വരുമ്പോൾ അവിടെ ആ ഒരു ഡിറ്റക്ടർ അടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ റെസ്പോൺസ് ഇൻഡിക്കേറ്റർ പുറത്ത് ഇങ്ങനെ കത്തുകയും ഇവിടെ കറക്റ്റായിട്ട് ഇത് നമ്മുടെ സിഗ്നൽ ഫയർ അലാം കൺട്രോൾ പാനൽ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നമ്പറിങ് ഒക്കെ കൊടുത്തേക്കുന്നതാണ് അവിടെ Z8 എന്ന് പറഞ്ഞത്. സോൺ 8 എന്നൊക്കെയുള്ള മീനിങ്ങിലാണ്. നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിൽ ഡിഫറെൻറ്റ് സോൺസ് ഉണ്ട്. നമുക്ക് എത്ര സോൺ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം കുറേ സോൺസ് കണക്ട് ചെയ്യാൻ പാകത്തിനുള്ളതായിരുന്നു. എൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമുക്ക് 4 സോൺ 8 സോൺ അങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട്, അപ്പോൾ ഒരു സോണിൽ ഇത്ര ഡിറ്റക്ടേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിറ്റക്ടർ ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ പാർട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എത്ര ഡിറ്റക്ടേഴ്സ് കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ അതൊരു ഓവറോൾ ആ ബിൽഡിങ്ങിന് ഫുള്ളും ഇതേപോലെ കണക്ഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാം എല്ലാ ഭാഗത്തും. ലിഫ്റ്റിൻ്റെ ആ ഭാഗങ്ങളിലും, ഇത് ലിഫ്റ്റാണ്, അതിൻ്റെ ഭാഗങ്ങളിലും ഇതേപോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില കിച്ചണിലൊക്കെ ഹീറ്റ് ഡിറ്റക്ടേഴ്സാണ്. അതേപോലെ സ്റ്റെയറിൽ കാണാം നമുക്ക്. സ്റ്റെയറിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ MCP ഹൂട്ടർ എല്ലാം വരച്ചേക്കണ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡ്രോയിങ്സ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ കാണാം അതിൻ്റെ സിമ്പിൾസ് കാണാം. കുറച്ച് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ പാർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളതിൽ ഹീറ്റ് ഡിറ്റക്ടർ H എന്ന് പറഞ്ഞും കൺട്രോൾ മോഡ്യൂൾസ് ഉണ്ടാവാറുണ്ട്, മോണിറ്റർ മോഡ്യൂൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ സിഗ്നലിംഗ് ഡിവൈസസ് ആണ്. പിന്നെ അതുകൂടാതെ സ്മോക്ക് ഡിറ്റക്ടർ എബവും ബിലോ ഫാൾ സീലിംഗ് ഉണ്ടാവും. റെസ്പോൺസ് ഇൻഡിക്കേറ്റർ ഞാനിപ്പോൾ പറഞ്ഞു എന്താണെന്നുള്ള, മാനുവൽ പോയിൻ്റ് ഹൂട്ടർ, ഇത്രയും സിമ്പിൾസാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രോയിങ്സ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.